രാവിലെ ഒരു അമ്മ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നു. തൊഴുത് പ്രദക്ഷിണം പൂർത്തീകരിക്കുന്നതിന് പിന്നെ മഴ പെയ്തു. അപ്പോൾ പെട്ടെന്ന് തിരിച്ച് ഓടിങ്ങി വന്നായമ്മ. അപ്പോൾ ഞാൻ ചോദിച്ചമ്മേ, അമ്മ രാവിലെ മുതൽ മഴയല്ലേ, അപ്പോൾ വന്നപ്പോഴത്തേക്ക് കുടയെടുത്തുകൊണ്ട് വരാൻ ഞാൻ എന്തായിരുന്നു, ഒരു കാര്യം ചെയ്യും, ഞാൻ എൻ്റെ കുട തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ മറുപടി, അത് ക്ഷേത്രത്തിൽ തൊഴാൻ വരുമ്പോഴത്തേക്ക് നമ്മൾ കുടയെടുക്കാൻ പാടില്ലല്ലോ തിരുമേനി, നമ്മൾ കുട പിടിച്ച് തൊഴുത് കഴിഞ്ഞാൽ അത് ദോഷമല്ലേ, അത് കോപം അല്ലെങ്കിൽ ദൈവകോപം ഉണ്ടാകില്ലേ. നമ്മൾ ക്ഷേത്രത്തിൽ വരുന്നത് കണ്ടു തൊഴുത് പ്രാർത്ഥിച്ച് ദൈവത്തിന് അനുഗ്രഹം നേടാൻ വേണ്ടിയിട്ടല്ലേ. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആള് നമ്മുടെ ദേഷിക്കും, നമ്മുടെ അടുത്ത് കോപിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? ഒരിക്കലും ദൈവം നമ്മുടെ അടുത്ത് കോപിക്കുക, ശപിക്കുക അങ്ങനെയൊന്നുമില്ല. ദൈവത്തെ എപ്പോഴും നമ്മൾ നമ്മുടെ സന്തത സഹചാരിയായിട്ട് നമ്മൾ കാണണം. നമ്മൾ അങ്ങോട്ട് എത്രത്തോളം സ്നേഹത്തോടെ നമ്മൾ ഭഗവാനെ കാണുന്നോ ആ സ്നേഹം തിരിച്ച് ഭഗവാൻ തരികയും ചെയ്യും. നമ്മൾ തെറ്റ് ചെയ്താൽ പോലും ഒരിക്കലും നമ്മളെ കോപിക്കുക, ശപിക്കുക ഒന്നുമില്ല. ക്ഷേത്ര നിയമങ്ങളിൽ തലയിൽ കെട്ട് പാടില്ല എന്ന് പറയുന്നുണ്ട് തൊഴുമ്പോൾ. പക്ഷെ കുട പിടിക്കാൻ പാടില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. തല നമ്മുടെ അഹങ്കാരത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ അതുകൊണ്ട്